മുഹമ്മദ് ഒരു ഫഖീറാണ്, ഒന്നുമില്ലാത്ത ദരിദ്രനാണ്. ഖദീജ ബീവിയാണെങ്കിലോ വലിയ ധനാഢ്യയാണ്. എങ്ങനെ പൊറുപ്പിക്കും ഖദീജ ദരിദ്രനായ മുഹമ്മദിനെ കൊണ്ടോ? സഹോദരങ്ങളെ, ഈ വാക്കങ്ങ് റസൂലുള്ളാഹിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അവിടുന്ന് സങ്കടപ്പെട്ടു പോവുകയാണ്. വല്ലാത്ത സങ്കടം വരികയാണ്. ഹബീബായ തങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവിയുടെ മുന്നിൽ നിൽക്കുമ്പോ മുഖത്ത് ആ സങ്കടം ഇങ്ങനെ വെളിച്ചമായി കാണുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹാ അവിടുന്ന് പ്രഖ്യാപിച്ചു, അല്ലാ എന്റെ ഉടമസ്ഥതയിലുള്ള ഏതെല്ലാം ഫ്ലാറ്റുകളുണ്ടോ, പറമ്പുകളുണ്ടോ, തോട്ടങ്ങളുണ്ടോ, കച്ചവട സാധനങ്ങളുണ്ടോ, കോടാനക്കോടി വരുന്ന ആസ്തികൾ, ഇത് മുഴുവനും എനിക്കൊരു തുള്ളി വേണ്ട. ഇതെന്റെ കരളിന്റെ കഷ്ണമായ ഹബീബായ തങ്ങൾക്കാണ്. ഇനി ആരടാ മുഹമ്മദ് നബി ഫഖീറാണെന്ന് പറയാ? സഹോദരങ്ങളെ, ഉമ്മമാരെ, ജീവിതത്തിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു 1/4 നൂറ്റാണ്ട് ജീവിതം പറയാനുണ്ട്. എത്ര സ്നേഹമായിരുന്നു അവിടുത്തെ ജീവിതം. എത്ര പ്രായമുള്ള ഉമ്മയാണ് ഖദീജ ബീവി. അങ്ങനെയുള്ള സമയത്തും ഹിറാ ഗുഹയിൽ മുത്തുനബിക്ക് 40 വയസ്സാകുമ്പോ വഹിയെത്തിയപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്ന് സമ്മിലൂനി യാ ഖദീജ